ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലിയും തീരും. ഒരുപാട് പേര് പറയാറുണ്ട് കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കുമ്പം അടുക്കി പിടിക്കും എന്നുള്ളത്. അപ്പം അടുക്കി പിടിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ടിപ്പും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടായിരിക്കും, ചോറൊന്നും തീരെ ഒട്ടിപ്പിടിച്ചിട്ടില്ല, വിട്ട് നല്ല കറക്റ്റായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 1 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വലിയ ചെമ്മീനാണ്, ചെറിയ ചെമ്മീനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബിരിയാണി ആയതുകൊണ്ടാണ് കുറച്ച് വലിയ ചെമ്മീൻ എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾക്ക് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ചെമ്മീനൊക്കെ ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതാണ്. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നാരങ്ങ നീരാണ്. ഞാനിവിടെ പകുതി നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക, നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാനിവിടെ എല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. 1-2 മണിക്കൂറൊന്ന് മാറ്റി വെച്ചാൽ നല്ലതാണ്. തീരെ സമയമില്ലാത്തവരാണെങ്കിൽ അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുക. ഇത് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള ചേരുവകൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ആദ്യമേ തന്നെ ഒരു കുക്കറാണ് ഞാൻ അടുപ്പത്ത് വയ്ക്കുന്നത്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളുടെ ബിരിയാണിക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കറുവാപ്പട്ട ചെറിയൊരു കഷ്ണം, 2 ഏലക്ക, 4 ഗ്രാമ്പു, ഇത്രയും ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഇനി വേണ്ടത് സവാള നീളത്തിലരിഞ്ഞതാണ്. ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വഴറ്റേണ്ടി വരും. തക്കാളിയിലത്തെ വെള്ളമെല്ലാം പോയി നല്ലപോലെ ഇതൊന്ന് വഴന്നു വരണം. ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതാണ്. നമ്മൾ നേരത്തെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചപ്പോഴും ഇതേപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ബിരിയാണിക്ക് കിട്ടുക. ഇപ്പോൾ തക്കാളി നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരുപാട് പൊടികൾ നമ്മൾക്ക് ആവശ്യമില്ല, കാരണം ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ സമയത്ത് നമ്മൾ കുറച്ചധികം പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ വേണ്ടത് ബിരിയാണി മസാല 2 ടീസ്പൂൺ, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് തൈരാണ്. 1.5 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് പൊടികളൊന്നും ഇട്ട് കൊടുക്കാനില്ല. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ചെമ്മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് പ്രഷർ കുക്കർ അടച്ചിട്ട് നമ്മൾക്ക് വേവിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. 2 കപ്പ് ബാസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പ് റൈസിന് 2.25 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ഗ്ലാസ്സിലാണോ റൈസ് എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും കൂടെ മെഷർ ചെയ്യുക. ഇനിയൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബാസ്മതി റൈസും അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി കുക്കർ ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മൾക്ക് അരിയും കൂടി ഇട്ട് കൊടുക്കാൻ. ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ അരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ബാസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലെടുക്കാം. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും കൂടെ മെഷർ ചെയ്താൽ മതി. ഇനി ബിരിയാണി നമ്മൾക്ക് 2 തരത്തിൽ വേവിച്ചെടുക്കാം. ഒന്നുകിൽ ഇത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം കുക്കർ അടയ്ക്കുക, എന്നിട്ട് വിസിലിട്ടിട്ട് ചെറിയ തീയിൽ 10 മിനിറ്റ് വേവിക്കുക. ഇങ്ങനെ ചെയ്യുമ്പം ബിരിയാണി തീരെ അടിപിടിക്കത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ 1 വിസിൽ വരുന്നവരെ വേവിക്കുക. ഞാനിവിടെ ചെറിയ തീയിൽ 10 മിനിറ്റാണ് വേവിച്ചത്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. തീരെ ഒട്ടിപ്പിടിക്കാതെ അരിയെല്ലാം വിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്.
അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്